ഹായ് ആൻറ്റി. ടീന മോളെ എന്നാ ഉണ്ട്? കല്യാണത്തിന് കണ്ടില്ലല്ലോ. അയ്യോ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. എനിക്ക് ലീവ് കിട്ടണ്ട ആൻറ്റി. ലീവ് കിട്ടിയില്ല, ഓരോ കാരണം പറഞ്ഞോണം. നമ്മുടെ പെങ്കച്ച സിന്ധു, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ, പരിചയപ്പെട്. ആൻറ്റി, അന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ചില്ലേ ഒരു പെൺകുട്ടിയുടെ? അതിൻ്റെ കല്യാണം ഇന്നലെ ആയിരുന്നു. അതിൻ്റെ പേരൻസിനൊക്കെ സങ്കടമായിരുന്നു. സുമേഷുമായിട്ട് നല്ല മാച്ചായിരുന്നു അല്ലേ? പക്ഷേ ജാതകത്തിൻ്റെ പ്രശ്നം വന്നോണ്ടല്ലേ, എന്നാ ചെയ്യാൻ പറ്റും? എൻ്റെ പൊന്നേ, ആ നാള് പൊരുത്തം ഒന്ന് ശരിയായിരുന്നെങ്കിൽ. പൊരുത്തം ഒന്ന് നോക്കണ്ടായിരുന്നു. എന്നാ മുടിയും നിറവും ആ കൊച്ചിൻ്റെ. അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടു എൻ്റെ പൊന്നു മോളെ. അതിനോട് ഒന്ന് പിന്നെ എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്നാ ഒരു നാണക്കാരി കൊച്ച, ഇത്രയും നല്ലൊരു പെങ്കൊച്ച്. യോഗം വേണം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് കിട്ടിയത് മതി, നമുക്കുള്ളതാവട്ടെ. നമുക്ക് ഇതാ വിധിച്ചെന്ന് ഓർത്തങ്ങ് സമാധാനിക്കും. സുമേഷ് മിണ്ടൊക്കെ ചെയ്യോ? പണ്ട് ഞങ്ങളുടെ ഒന്ന് മോത്ത് പോലും നോക്കില്ലായിരുന്നു. ഞാനത് ഇന്നലെയും പറഞ്ഞു. എന്തൊരു നാണക്കാരനല്ലേ? നിങ്ങളോട് എങ്ങനെയാ? ഇപ്പോഴും എൻ്റെ നാണമൊന്നും മാറിയിട്ടില്ല, അതുപോലെ തന്നെയാ. എൻ്റെ അടുത്ത് നാണമൊന്നുമില്ല, സംസാരിക്കാറൊക്കെ. നീ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അവളെ അവൻ്റെ കൂടെ കളിച്ചു വളർന്നത്. ഇത്ര ഉള്ളപ്പോൾ മോളെ അവൾക്കറിയാം അവൻ്റെ സ്വഭാവം എന്നതാന്നൊക്കെ. ഞാൻ 10-30 വർഷമായി കാണുന്നു. എൻ്റെ ചെറുക്കനെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാൻ കേട്ടോ. അതൊന്നും ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങളൊന്ന് പോവാണ് അവിടം വരെ. എനിക്കിത് 3 മാസം. ഇത് ഇച്ചിരി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെയാ. ഒരു 3-4 മാസത്തേക്ക് ദേഹം ഒന്നും അനക്കാൻ പാടില്ല. ടെസ്റ്റ് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ടാകുന്ന കുഞ്ഞിനെ കുറിച്ച് ചില കരുതലൊക്കെ ഉണ്ട്. നീ കല്യാണ വീട്ടിലെല്ലാം പോയി കിടന്ന് ചാടി വെച്ച് എന്തെങ്കിലും ഒന്നും ആയിപ്പോയാൽ ആരാ സമാധാനം പറയുന്നേ? നിൻ്റെ അച്ഛനും അമ്മ എന്നോടല്ലേ ചോദിക്കുന്നത് എന്നാത്തിനാ കൊച്ചിനെ അങ്ങോട്ട് വിട്ടേന്ന്. എനിക്കിവിടെ വന്ന് കയറിയ കൊച്ചിനെ കുറിച്ച് എനിക്ക് കരുതലുണ്ട്. നിനക്കും ഒന്നും പറ്റില്ല, നിന്റെ വയറ്റിൽ കിടക്കുന്നതിനൊന്നും പറ്റരുത്. എല്ലാവരും എന്നെ അന്വേഷിക്കാമേ. മോശമാ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ. കുടുംബത്തൊരു കല്യാണം കൂടിയില്ലെന്നും പറഞ്ഞ എൻ്റെ പൊന്നു കുഞ്ഞെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. നീ മുറിയിലെ പൊടിയൊന്നും അടിച്ചില്ലേ? തുടച്ചിട്ടും ഇല്ല. കയറി വരുന്നത് വല്ലതൊന്നും നിനക്ക് തൂത്തെടുത്തില്ലേ? നടുവിനൊക്കെ നല്ല വേദനയുണ്ട് അമ്മേ. കുറച്ച് തൂത്തപ്പോൾ തന്നെ എനിക്ക് നടുവ് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രിയൊക്കെയാണ് നല്ല ഛർദിയാണെന്ന് പറഞ്ഞ് ഈ വയറ്റിലിരിക്കുന്ന താഴെ പോവൊന്നും ഇല്ല. ആ കയറി വരുന്നതൊന്നും കുനിഞ്ഞു നിവർന്ന് തൂത്തൊക്കെ ഇട്. ഈ മുറിക്കകത്തല്ല ഈ പൊടി കിടന്നാൽ എന്നെ ചെയ്യുമെന്നേ. ഷേടാ, ഇങ്ങനെ ഗർഭിണിയാകുമ്പോൾ നമ്മളിങ്ങനെ അനങ്ങാതെ റെസ്റ്റ് എടുക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പാടത്ത് പണിയാൻ പോവായിരുന്നു. അവരെന്നാക്കെ പണി ചെയ്യുമായിരുന്നു. നെല്ല് കുത്തിയാന്ന് ചോറുണ്ടാക്കിക്കൊണ്ടിരുന്ന അറിയോ? ഞാനൊക്കെ എൻ്റെ കൊച്ചുങ്ങളെ ഒരെണ്ണത്തെ വയറ്റിലിരിക്കുമ്പോൾ മറ്റേ 2 സ്കൂളിൽ വിട്ടോണ്ടിരുന്നവളാ. നടന്ന് വിട്ടോണ്ടിരുന്ന കേട്ടോ. അങ്ങ് നടന്ന് പോണായിരുന്നു. അവനെങ്കിൽ പണിയെടുത്തില്ലെങ്കിൽ പ്രസവ സമയം ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും. അന്നേരത്തേനും സുഖപ്രസവം കിട്ടണോ നല്ല പോലെ അങ്ങ് പണി ചെയ്തോ. കുനിഞ്ഞ് നിവർന്ന് രാവിലെയും വൈകിട്ടും ആ മിറ്റമൊന്ന് തൂത്താലെന്നാ. ഇതൊക്കെ അമ്മമാർ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സാരമില്ല, പോട്ടെ. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാവോ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരുക. ഇത് നടക്കുകയില്ല കേട്ടോ. റെസ്റ്റ് എടുപ്പ് എപ്പോഴും പറ്റുകയില്ല. ഇവിടെ വെളിയിൽ നിന്ന് ആൾക്കാരെ നിർത്താനൊന്നും ഒക്കെയില്ല. എന്തായിട്ടാ മുഖം പാടിയിരിക്കുന്നത്? തലവേദനയുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കടുകാപ്പി എടുത്താലോ? ശരി. അവൻ വന്ന് കയറിയിട്ട് എത്ര നേരമായി? ചായ കൊടുത്തില്ല ചെറുക്കന്? മോനെ ചായ എടുക്കട്ടെടാ. ഞാൻ കഴിക്കാൻ എടുക്കുമായിരുന്നു അമ്മേ. അല്ലെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്നില്ല. അതങ്ങനെയാ മോളെ. അമ്മമാരെ അതൊക്കെ ഓർക്കുള്ളൂ. മക്കളുടെ മുഖം കണ്ട അമ്മമാർക്കറിയാം അവർക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അമ്മയുടെ മനസ്സ് അങ്ങനെയാ മോനെ. അത് നീ ഒരമ്മയാകുമ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ. നിനക്കൊരു കൊച്ചു വരുമല്ലോ, അന്നേരം നിനക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കാരണവന്മാർ പറയുന്നത് ശരിയല്ലേ? അപ്പന്മാർ തലയിലോട്ട് നോക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? അപ്പന്മാർ മക്കൾ വളരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുമെന്ന്. അതുപോലെ തന്നെ അമ്മമാർ വയറിലോട്ട് നോക്കും. വയറൊട്ടിയാണോ കിടക്കുന്നത്, വിശക്കുന്നുണ്ടോ കൊച്ചിനെന്ന്. പക്ഷെ ഭാര്യമാർ കയ്യിലോട്ട് നോക്കുള്ളൂ മോളെ. എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും പൊതിയൊക്കെ കിട്ടണം. അതങ്ങനാ. കുറേ കഴിയും മാറാനായിട്ട്. ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു. കുറേ കഴിയും മോളെ ഇതൊക്കെ മാറാൻ. നീ ഒരുങ്ങി പോവാണോ എങ്ങോട്ടേലും? ഞങ്ങൾ മാമൻ്റെ വീട് വരെ ഒന്ന് പോയേച്ച് വരാവേ. ഉടുപ്പൂട്ടനാണോ പോകുന്നത്? കല്യാണത്തിന് ഞങ്ങൾ തന്നെ കൊണ്ടു തന്നല്ലോ 2 സാരി. അതിലേത് ഒരെണ്ണം ഉടുത്താൽ മേലേ. ആ കഴുത്തേലാണ് ഒരു നൂല് പോലൊരു മാലയും. മനുഷ്യനെ കൊണ്ട് പറയിക്കോ? എനിക്ക് കൊട്ടപ്പടിയൊന്നും കിട്ടിയില്ല. എന്നാലും നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല. ഉള്ളതെടുത്തിട്ടുണ്ട് പോകാൻ വയ്യേ. എനിക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങുന്ന ഇഷ്ടം. മോളുടെ അമ്മേനെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു. മോളുടെ വിശേഷമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പെൺപിള്ളേരെയാണ് ഇച്ചിരി അനുസരണയോടെയൊക്കെ വളർത്തണമെന്ന്.
ആ സാരമില്ല, ഇവിടെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ ചെറിയ അനുസരണക്കേടും ലാളിച്ച് വളർത്തിയതിൻ്റെ കുഴപ്പമൊക്കെ കാണും. ഞാൻ അമ്മയോട് പറഞ്ഞു സാരമില്ല, ഞാനതൊക്കെ ട്രെയിൻ ചെയ്തെടുത്തോളാന്ന് പറഞ്ഞു. ഞാനെന്ത് അനുസരണക്കേട് അതിന് കാണിച്ചേ? അല്ല, ഇവിടെ എന്നതാ മോൾ അനുസരിക്കുന്ന എന്തുവാ? മോടെ ഇഷ്ടത്തിനല്ലേ എല്ലാം. ദേ മുടിയൊക്കെ കളർ ചെയ്ത് മുടിയൊക്കെ വെട്ടി, അത് അറിയില്ല, നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പോയപ്പം പിരികം ത്രെഡ് ചെയ്തോ? അപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോയച്ചാണോ വന്നത്? അല്ല, പിരികം ത്രെഡ് ചെയ്തോ ഒരുങ്ങിയോ ഒന്നും അല്ല, വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേച്ച് അവിടുന്ന് വണ്ടി കയറി കണ്ടിടത്തൂടെ എല്ലാം പോയച്ചാ വന്നത്. അപ്പം ഞങ്ങൾ ഓർക്കുന്ന കൊച്ചിൻ്റെ വീട്ടിലുണ്ടെന്ന്. എന്നിട്ട് കൊച്ചിൻ്റെ ഇഷ്ടത്തിന് കണ്ടിടത്തെല്ലാം പോയി എന്നേലും ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ ഞാനെൻ്റെ ചെറുക്കനോട് സമാധാനം പറയണ്ടേ? അമ്മ അവളോട് കാര്യങ്ങൾ അന്വേഷിക്കാത്തതെന്ന് ചോദിക്കുകയല്ലേ? വീട്ടിൽ ചെന്നിട്ട് എങ്ങോട്ട് പോകുന്നത് ഞങ്ങളെന്ന് അറിയിച്ചാൽ എന്നാ കുഴപ്പം? ഞങ്ങൾ ശത്രുക്കളൊന്നും അല്ലല്ലോ. ഒരു വാക്ക് പറയാം, അമ്മേ ഞാൻ ബ്യൂട്ടി പാർലറിലോട്ടൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേണ്ടാന്ന് പറയൂ? ഇത് ലോകം മുഴുവൻ ഞെരങ്ങാനാണ്, അത് ആദ്യം പറഞ്ഞൊക്കെ പോകണം. എങ്ങാണ്ടൊക്കെ പോയേച്ച് വന്നേക്കുവാ. അമ്മേ, ആ വെളിയിൽ നിൽക്കുന്ന ചെടിയില്ലേ, എന്തോ മോനെ? ആ ചെടിയുടെ ഒരു കമ്പ്, ആ മഞ്ഞ കളറിലുള്ള ചെടിയുടെ കമ്പ് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവെക്കട്ടെ, അവിടെ കൊണ്ട് നട്ടോട്ടെ. അയ്യോ, ഇതൊന്നും ആരും കേട്ടേക്കരുത് കേട്ടോ. എൻ്റെ പൊന്നെ, കേട്ടാ ഭയങ്കര തമാശയായി പോവും. എൻ്റെ വീടോ? ഇപ്പൊ ഇതാരുടെ വീടാ? ഇതാ ഇനി കൊച്ചിൻ്റെ വീട്. എൻ്റെ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ ഇതൊക്കെ ആർക്കുണ്ടാക്കിയിട്ടേക്കും നമ്മളെ? നിനക്കും അവനും അല്ലേ അല്ല? ആ പാടം ഒരു ആന്തരിയേ ഉള്ളൂ. 2 പെൺപിള്ളേരുള്ളതിനെ കെട്ടിച്ചും വിട്ടു, ആ പാടുള്ള ഒരു ആന്തരിയ. അവന് നിനക്കും ഉള്ളതല്ലേ ഈ വീട്? എൻ്റെ വീട്ടിലോട്ടൊന്ന് അതല്ല നിന്റെ വീട്, ഇനിപോലെ ഇതാ നിന്റെ വീട് കേട്ടോ. പെങ്കൊച്ചെ, എന്നാ അമ്മേ? നീയാണോ ആ എൻ്റെ മോടെ മുറിയിൽ കൊണ്ട് പടം ഒട്ടിച്ചു വെച്ചേക്കുന്നത്? അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ചതാ. എന്നേലും ആവട്ടെ, ഒരു പടം കൊണ്ടൊട്ടിച്ചു. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുകയല്ല. അവൾ വന്നു കഴിയുമ്പോൾ കിടന്ന് ബഹളം വെക്കും. അവളുടെ മുറിയാ. ഇളയവളുടെ മുറി കൊണ്ട് നീ അവളുടെ അലമാരിയിൽ ഡ്രസ്സും വെച്ചേക്കുന്നത് കണ്ടു. നിങ്ങളൊക്കെ ഈ അവധിക്ക് ഇങ്ങോട്ട് പിള്ളേരുമായിട്ട് വന്നു കഴിയുമ്പോൾ അലമ്പൂന്നേ. അതുങ്ങളുടെ റൂമല്ലേ, അത് നിങ്ങൾ സമ്മതിക്കൂ? ഇപ്പോൾ വല്ല നടക്കുമോ? ഇതുപോലത്തെ പരിഷ്കാരമൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോകണ്ടോ ചെയ്യേ? ഇതിപ്പോൾ ഇവിടെ കൊണ്ട് ഭിത്തിയിലും കണ്ടിടത്തെല്ലാം കൊണ്ട് ഏതാണ്ട് ചിത്രശലഭത്തെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇങ്ങനത്തെ അലങ്കാരങ്ങളൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കൊച്ചിൻ്റെ ഇഷ്ടത്തിന് മാറ്റുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവരോടും ഒന്ന് ചോദിക്കേണ്ട ഒരു കടമയൊക്കെ ഇല്ലേ? ഒട്ടിച്ചോട്ടേന്ന് ഒരു മര്യാദയില്ല ഒരു വീട്ടിൽ വന്നാൽ. ഭിത്തിയിലൊക്കെ കയറ്റി അത് ഒട്ടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ ജീവനോടെ, അവരോടൊന്ന് ചോദിക്കാനുള്ള മര്യാദയൊന്നും ഇല്ലല്ലേ? സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് കൊള്ളാം, നല്ല പഠിപ്പീരാ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്.